ഇന്ന് പോവാണോ? സാധനമൊക്കെ എടുത്തോ സാധനങ്ങളൊക്കെ എടുത്തു, പാക്ക് ചെയ്തെല്ലാം. ഇന്ന് പോവാന്നിട്ട് ഇതാരുടെ സ്കൂട്ടി? അപ്പോൾ അവരുടെ അജു ചേച്ചി എല്ലാം പാക്ക് ചെയ്തു. അറിയാത്ത പിള്ളേർക്കൊക്കെ എന്റെ മോനൊന്ന് പറഞ്ഞു കൊടുത്തേ. അതാണോടാ പറയാ പറഞ്ഞേ? അതാണോ പറഞ്ഞേ? മിഠായിയുടെ കാര്യം പറഞ്ഞു കൊടുക്ക്. അതുകൊണ്ട് അടങ്ങിയിരിക്കണ ഒന്നുകൂടെ പറഞ്ഞു. ചാണകപ്പൊടി. എന്ത് ചാണകപ്പൊടി? എന്താ ചാണകപ്പൊടി? പശുവിനപ്പി. ആണോ? അതാണ് മിഠായി അല്ലേ? ബിസ്ക്കറ്റോ? ബിസ്ക്കറ്റ് പിണ്ണാക്ക്. കുഞ്ഞിനോട് ഡോക്ടർ പറഞ്ഞു കൊടുത്തു ബിസ്ക്കറ്റ് പിണ്ണാക്കാണ്, അതുകൊണ്ട് ഇനി എന്റെ മോൻ കഴിക്കല്ലെന്ന്. ബിസ്ക്കറ്റ് മാത്രം 2 ദിവസം തിന്ന് വയറുവേദനയും പിടിച്ചു. അതിന്റെ കൂടെ ഛർദിച്ച് കഫമൊക്കെ പോയി. ഇച്ചിരി മിഠായി വീട്ടിൽ കൂടെ ആയിരുന്നു. കുറച്ച് പേര് കാണുന്നവരെല്ലാം കൊണ്ട് കൊടുക്കുമായിരുന്നു കുഞ്ഞിന്. അതോടെ കുഞ്ഞ് തന്നെ കണ്ടുപിടിച്ചു മിഠായി ആരും കഴിക്കരുത്. മിഠായി എന്ന് പറയുന്നത് എന്താ കിടും? മിഠായി മിഠായിയോ? അതിൽ ഉരുട്ടി വെക്കുന്ന അല്ലേ? ഇപ്പൊ ഗിഡു ഇപ്പൊ പറഞ്ഞെടുക്കും ക്ഷമ മിഠായി തിന്നരുത്, ചാണകപ്പൊടി ഉരുട്ടി വെച്ചേക്കുന്നതാണ്. അതുപോലെ ബിസ്ക്കറ്റ് പിണ്ണാക്കാട്ടോ പിള്ളേരാരും കഴിക്കരുത്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണനെ കൊണ്ടുപോകണം മക്കളെ. ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് വെച്ചാൽ വ്യക്തമായി മോനെ ഒരു മിനിറ്റ് മിണ്ടായിരിക്കും പോന്നെ. അപ്പൊ വീഡിയോ എടുക്കുന്നത് വരെ മിണ്ടായിരിക്കാവും ഇത്തിരി നേരം. അത് വെച്ച് തൂവാല വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കളിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും വലിയ ചില മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. മാനസികവും ശാരീരികവുമായി കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. മുന്നോച്ച ഉണ്ടാക്കല്ലേ? മാനസികവും ശാരീരികവുമായി കുറേ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ എന്താണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 1-2 ദിവസമായിട്ട് നമുക്കിനി ആശുപത്രികളിലും കാര്യങ്ങളിലുമായിട്ട് കുറച്ച് സമയം നമ്മുടെ പോവും. അപ്പോൾ മാത്രമല്ല അജിതയ്ക്കൊക്കെ താമസം മാറണം. നമ്മളവിടെ ഷെഡ് കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ ഷെഡ് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് കെട്ടിയിട്ട് അത് പിന്നെ താമസം തുടങ്ങിയില്ലെങ്കിൽ എന്തായാലും പട്ടി കയറുമോ അല്ലെ എന്തെങ്കിലുമൊക്കെ കയറുമോ, ആര് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. അതങ്ങനെ വെറുതെ നമ്മൾ തുറന്നിട്ടേക്കാൻ പറ്റത്തില്ല. പന്നി ശല്യമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് എന്തൊക്കെയായാലും. അടുത്ത് കൃഷിയൊക്കെ ഉള്ളതാ. അപ്പോൾ ഇന്ന് നമ്മൾ അജിതയെ അങ്ങോട്ട് താമസം മാറാൻ പോവുകയാണ്. ഞാനും കുഞ്ഞാവയും കണ്ണാപ്പിയും ഒക്കെ ഉണ്ട്. അച്ചാച്ചിയും പിന്നെ മണിയണ്ണനും മുന്നിൽ പോയിട്ട് വാതിലിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് തിരിച്ചു വന്നു. പിന്നെ എല്ലാവർക്കും അല്ലെ ആദ്യമായി കാണുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാട്ടിലുള്ള ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വാങ്ങിച്ച 10 സെൻറ്റ് സ്ഥലമാണ്. ആ സ്ഥലത്ത് വീടും കൂടെ ചെയ്തു കൊടുക്കാനുള്ളൊരു പ്രാപ്തി നമുക്കില്ലാത്തത് കൊണ്ട് പറ്റുന്ന പോലെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു കുടില് പോലെ ഒരു ഷെഡ് പോലെ കെട്ടി ഇനി ലൈഫിൻ്റെ വീടിന് അപ്ലൈ ചെയ്തിട്ട് അതൊക്കെ ചെയ്തോളൂ. അജിതയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഒരു പ്രശ്നമില്ല. ഇപ്പം കരവടച്ച രസീത് കയ്യിൽ കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഷെഡ് കെട്ടി ടോയ്ലറ്റ് കെട്ടി കൊടുത്തു. ചുമ്മാ നമ്മൾ എന്തൊക്കെ ഞണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ 1-2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ചുമ്മാ കുഴി കുത്തി അങ്ങനെ അങ്ങ് വിടുകയല്ല, നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് ക്ലോസറ്റൊക്കെ വെച്ച് തന്നെയാണ് ടോയ്ലറ്റ് കെട്ടി കൊടുത്തേക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പണിക്കാരന് 1000 മുതൽ 1200 രൂപയാണ് ഒരു പണിക്കാരെ നിർത്തുന്നതിൻ്റെ തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുമായിട്ട് ഇതിന് ദൂരമുണ്ട്. നമ്മളിങ്ങ് പോന്നു കഴിയുമ്പോൾ വിചാരിക്കുന്ന പോലെ പണി മുന്നോട്ട് പോകുന്നില്ല. എങ്ങനെയാണെന്ന് പറഞ്ഞാലും പണിക്ക് ആളെയൊക്കെ നിർത്തുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ഒത്തിരി താമസിക്കും. അങ്ങനെ കുറേ ദിവസം പണി 2 പേരെ നിർത്തി ചെയ്തിട്ടാണ് അതൊന്ന് കംപ്ലീറ്റ് ആയി നമുക്ക് കിട്ടുന്നത്. പിന്നെ വയറിങ് ചെയ്തിട്ടുണ്ട്. വയറിങ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ ബോർഡ് വെച്ചു, പിന്നെ അത്യാവശ്യം ലൈറ്റിനും പ്ലഗ് പോയിന്റിനും വേണ്ട കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ കരവടച്ച രസീതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രീഷ്യനിൽ നിന്ന് ഒരു പേപ്പറും കിട്ടിയിട്ട് ഇതിനുള്ള പിന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കൊടുത്താൽ പെട്ടെന്ന് കറണ്ട് കിട്ടത്തുള്ളൂ. കറണ്ടിൻ്റെ കാര്യം എല്ലാം ചെയ്തു വെച്ചേക്കുക. ഞാനല്ല അജിത തന്നെ പോയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ഓരോന്നോരോന്നായിട്ട് കഴിയുന്നു. അപ്പോൾ 1-2 ദിവസത്തിൽ തന്നെ കരവടച്ച രസീത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പം എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് കാര്യമുണ്ട്. ചിലപ്പോൾ ഞാൻ അഡ്മിറ്റ് ആവേണ്ടി വരും. അപ്പം കുറച്ച് താമസമുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ഞാൻ തിരിച്ചു വരുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, കുറേ നാൾ കൂടി ഞാൻ കഴിഞ്ഞ ഒരു ദിവസം എന്നോ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്.
4-5 ദിവസം മുന്നേ 5-6 ദിവസം മുന്നേ ഞാൻ കണ്ടിട്ടു. ഇപ്പോൾ അത്രയും ഒരു ഗ്യാപ്പ് വന്നു. ഇന്നിപ്പോഴാണ് വീഡിയോ ഒരെണ്ണം എടുക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനോ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ്. അജിത താമസിക്കുന്നതിന് ചുറ്റോട് ഭാഗത്തൊക്കെ താമസക്കാരുണ്ട്. അതുകൊണ്ട് എന്തായാലും വോട്ട് ചോദിച്ച് പലരും പല പാർട്ടിക്കാരും ഒക്കെ ചെല്ലുമായിരിക്കും. അപ്പോൾ അവർക്ക് പലർക്കും തോന്നും നമ്മൾ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവരെ കൊണ്ടുവന്ന് ഇവിടെ കുടിലാണല്ലോ ഉപേക്ഷിച്ചതെന്ന് തോന്നും. അങ്ങനെ അഭിപ്രായമുള്ള ഏതെങ്കിലും പാർട്ടിക്കാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് പറ്റുവാണെങ്കിൽ ഇലക്ഷന് മുന്നേ തന്നെ അവർക്ക് നല്ലൊരു വീട് കെട്ടിക്കൊടുക്കുക, അവരെ സേഫ് ആക്കുക. ഒരു വോട്ടുള്ളതല്ലേ, അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയാതിരിക്കുക. പിന്നെ നമ്മൾ വിളിച്ചിട്ട് വരുമ്പോഴും കാര്യം വ്യക്തമായി പറഞ്ഞിട്ടാണ്. വിളിച്ചിട്ട് വരുമല്ല, വന്നാൽ ഇതുപോലെ സ്ഥലം വാങ്ങാം, കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് എപ്പോഴും കാട്ടി വന്ന് കൂട്ടിക്കൊണ്ട് വന്ന് പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് വന്നതും നമ്മുടെ തന്നെ സ്ഥലത്ത് നിന്നതും. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അജയ് വന്നിട്ടുണ്ട്. അജയ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജോലിക്ക് നിന്നുകൊണ്ടിരുന്ന ആളാണ്. അവൻ ആസാംകാരനാണ്. അവിടെ പോയിട്ട് പുള്ളി വന്നിട്ടിപ്പം 2 ആഴ്ച മേലായി സീതത്തോട്ടി വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ വേറൊരിടത്ത് ജോലിക്ക് തൽക്കാലത്തേക്ക് കയറിയിട്ട് അവിടെ നിൽക്കുന്നു. കാരണം ആളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താനുള്ള സൗകര്യം നമുക്കിപ്പോൾ ഇല്ല. അജിത മാറിയെങ്കിൽ മാത്രമേ നമുക്ക്, കാരണം അവനും ഫാമിലി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അവരെ നിർത്തണമെങ്കിലോ ജോലിക്ക് നിർത്തണമെങ്കിലോ ഇവിടെ താമസിപ്പിക്കണമെങ്കിലും നമുക്ക് സ്ഥലം വേണം. നമ്മൾ ഒരു 15 ദിവസം മുന്നെയെങ്കിലും മാറേണ്ടതായിരുന്നു. പക്ഷേ നമുക്കത് പറ്റിയില്ല. അപ്പോൾ മുട്ടയുണ്ട്, മുട്ട കൊടുക്കണം. അപ്പം ഞങ്ങൾ മുന്നിൽ പോവുകയാണ്. കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിക്കപ്പ് വരും. പിക്കപ്പിൽ സാധനം എടുത്തു വയ്ക്കാൻ ഇവിടെ ആളുണ്ട്. സാധനം എടുത്തു വെച്ചിട്ട് അവർ അതിൻ്റെ കൂടെ പോന്നോളും. പിന്നെ അങ്ങനെ കുഞ്ഞിന് പനി കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ചുമ നിൽക്കാത്തതുകൊണ്ട് മുടി വെട്ടിക്കളയാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ചെക്കൻ്റെ മുടി വെട്ടി. ഈ സൈഡ് ഒന്ന് കാണിച്ചപ്പോൾ ഈ സൈഡ് എല്ലാവരും കണ്ടോ? ഒന്നുകൂടെ കാണിച്ച് അങ്ങോട്ട് നോക്ക്. കണ്ടോ എല്ലാവരും? ഇലയാണോ ഹാഷ്ടാഗ് ആണോ എന്നറിയത്തില്ല. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യം ഈ ഒരു കാര്യം നടക്കട്ടെ, ഇവരെ സേഫായിട്ട് മാറ്റട്ടെ. നമ്മൾ കാരണം അവരെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തിയിട്ട് ഇപ്പം കുറേ ദിവസമായില്ലേ, അവർക്കും സ്വന്തം സ്ഥലത്ത് നിൽക്കാനാണ് താല്പര്യം. അപ്പോൾ പിന്നെ നമ്മൾ സ്ഥലം വാങ്ങിച്ചിട്ട് പിന്നെയും ഇത് ലേറ്റ് ആക്കിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. മാത്രമല്ല ഞാൻ ഇവിടെ ഇല്ലാണ്ടിരിക്കും, പിന്നെ അച്ചാച്ചി അമ്മയെ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ ഒരു കാര്യത്തിനോ ഞാനോ കുഞ്ഞാവയോ കണ്ണാപ്പിയോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും അവർക്കും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ പിന്നെ അവർ മാറി അവരുടേതായ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് മാറട്ടെ. പെട്ടെന്ന് അവർക്ക് വീട് വയ്ക്കാൻ പറ്റിട്ട് നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ വേറെ എന്താ, എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ അത്രയും ചെയ്തു കൊടുത്തു. ഇതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ഏതൊരു ചെറിയ കാര്യം നമ്മൾ എന്താക്കള. ഒരു മിനിറ്റ്, അജിതയാണോ? അജിത എന്നാണോ വിളിക്കണ്ടേ? അജിതമ്മന്റെ ആരാ? അജിതമ്മയുടെ കൊച്ചാരാ? ഏത് കൊച്ച്? അജിതമ്മയുടെ കൊച്ചാണോ? നന്ദു എന്ന് പറഞ്ഞാ പോരെ നിനക്ക്? നന്ദു കരയ്ക്കുന്ന കേട്ടോ? ആണോ? രണ്ടിനെ കൂടെ കളിക്കാൻ വിടത്തേ ഇല്ല ഇപ്പം. ഒന്നീ കിടുവിന് പനി അല്ലേ അവക്ക് പനി. അപ്പൊ രണ്ടുപേരെ കൂടെ ഒരു പനി എന്ന് പറഞ്ഞ് നന്ദുവിനെ കണ്ടാ പിന്നെ കിടു ഒട്ടും അടങ്ങിയിരിക്കത്തില്ല, അവളും അടങ്ങിയിരിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പൊ രണ്ടും കൂടെ കളിയില്ല. രണ്ടിലൊരാളുടെ അല്ല, രണ്ടുപേരുടെയും പനി മാറാണ്ട് ഒരുമിച്ചിരുത്താൻ പറ്റൂലേ രണ്ടിനെയും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം ചെയ്താലും, പിന്നെ ചെറിയ കാര്യം ചെയ്താൽ പോലും നമ്മൾ അറിയാലോ എത്രത്തോളം നമുക്ക് ചെലവ് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കും ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാം പോസിറ്റീവായിട്ട് കാണുന്നവർ കമൻറ്റ് ചെയ്യുക, സന്തോഷം അറിയിക്കുക. പിന്നെന്താ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ മുട്ടയൊക്കെ കൊടുത്ത് ചിറ്റാറ് നിൽക്കുകയാണ്. അപ്പോൾ കണ്ണൻ പോയേക്കുന്നത് കുറച്ച് മെഴുകുതിരിയും പിന്നെ എന്തോ കയറി ആദ്യമായിട്ട് താമസിക്കുന്നുണ്ട് സാമ്പ്രാണിയോ എന്തൊക്കെയോ സാധനം വേണമെന്ന് അജിത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് വാങ്ങിക്കുക. പിന്നെ ടോർച്ച് നമ്മൾ ബാറ്ററി ഇടുന്ന ടോർച്ച്, എന്തായാലും കറണ്ട് കിട്ടാൻ 2-3 ദിവസം എടുക്കുമായിരിക്കും, അറിയത്തില്ല. അപ്പോൾ ടോർച്ച്, ബാറ്ററി ഇടുന്ന ടോർച്ച്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പയുടെ പൊന്നെവിടെ? എവിടെ അപ്പയുടെ പൊന്നെവിടെ? ആരാ അപ്പയുടെ പൊന്ന്? മാമനാണോ? ഞാനാണെന്ന് നോക്കിക്കേ.
പന്നനാന്ന് പറഞ്ഞു. പൊന്നനല്ലേ ഇവന്? ഭയങ്കര കുശുമ്പനാട്ടെ ഇരിക്കുന്നവൻ. ആരാ കുശുമ്പൻ? കിടുവാണോ മാമനാണോ? അല്ലേ മാമനല്ലേ കുശുമ്പ്? എന്റെ കുഞ്ഞിനാണ് ഒട്ടുമില്ല. കഴിക്കാൻ എന്തെങ്കിലും കൂടെ മേടിക്കടാ. അവിടെ ചെന്ന് കുറെ നേരം ഇരിക്കണ്ടേ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഈ ഒരു സാധനം കണ്ടല്ലോ, ഇത് നമുക്ക് കറണ്ട് കണക്ഷൻ കിട്ടുമ്പോഴത്തേ അവരുടെ കണക്ഷൻ തരാനുള്ള ഏരിയ ഇത്. പിന്നെതാ ഫോണല്ല, സോറി, ഫോണൊന്നും മതിക്കട്ടെ. ഇത്രയും എന്താ ഈ പൈപ്പിൽ കൂടെ ഇട്ടത് ഒരു ബൾബിനുള്ള ഹോൾഡർ. ഇത്രയും ചെയ്തതിന് എത്ര രൂപയെന്ന് പറയുമ്പോൾ പണിക്കൂലി മാത്രം 1100 രൂപ. നിങ്ങളുടെ നാട്ടിലും ഇത്രയും ചെയ്യുന്നതിന് 1100 രൂപ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു സാധനം, ഈ ഒരു സ്വിച്ച് മാത്രം, ഒരു ഹോൾഡർ, പിന്നെ പുറത്ത് പുറത്ത് ഇങ്ങനെ ഒരു പ്ലഗ് പോയിന്റ്. ഇതിനാണ് 1100 രൂപ വാങ്ങിച്ചത്. ഇവിടെ പണി ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായാലും തൽക്കാലത്തേക്ക് നമ്മുടെ ഗ്യാസ് കൂടെ കൊടുത്തു വിടുന്നുണ്ട്. പുതിയ കണക്ഷനൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞു. കാരണം അജയ്ക്കും വരുമ്പോൾ ഇനി നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടും, വീട്ടിൽ നിന്ന് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഗ്യാസ് ഉള്ളതുകൊണ്ട് തൽക്കാലം വിറകൊക്കെ ഒന്ന് ആവുന്നത് വരെ ഇനി അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. മഴ കാരണം വിറകില്ല എന്നുള്ളൊരു പ്രശ്നം വേണ്ട. ഇപ്പോഴും ഗ്യാസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലിപ്പം വന്നപ്പോൾ തൊട്ട് ഗ്യാസ് തന്നെയാണ്, വിറകടുപ്പല്ല. അടുപ്പൊന്ന് സെറ്റ് ചെയ്തു, പക്ഷേ ഗ്യാസാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അമ്മയുണ്ട്, ഇവിടെ ഒരു അമ്മ താമസമുണ്ട്. ഇതാ ഇങ്ങനെ വരുമ്പോൾ താഴെ കാണുന്നത് ടോയ്ലറ്റ്, മുകളിൽ കാണുന്നത് താമസ സ്ഥലം, അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി തറയിൽ ഷീറ്റൊക്കെ ഇട്ടു. അയ്യോ, കുഞ്ഞാവ കാര്യമായിട്ട് പണിയിലാണ്. 5-6 ദിവസം പണിക്കാർ ചെയ്തതിനെക്കാട്ടി പണി ഇവർ രണ്ടുപേരോട് ഇപ്പോൾ ചെയ്തു. നമ്മളിവിടെ നിൽക്കണം, പക്ഷെ ഇവിടെ ആർക്കും ഒന്ന് നിൽക്കാൻ പറ്റും? ആരുണ്ട്? ഇപ്പം അടിപൊളിയായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ അത് ടോയ്ലറ്റും നമ്മൾ കെട്ടിയ ഷെഡും. ഇതിന് നെഗറ്റീവും കൊണ്ട് വരുന്നവരോട് നിങ്ങൾ തന്നെ പണിഞ്ഞു കൊടുത്തോ. നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധിയായത്. കാണുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതിലല്ല, നമ്മൾ അത്രയാക്കി എടുക്കാൻ വന്ന പാട് ചെയ്തവർക്കേ അറിയൂ. അയ്യോ, ഇനി 4 കട്ടയും കൂടെ ഉണ്ടല്ലേ. ഇതിലും നന്നായിട്ടൊക്കെ ചെയ്ത് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ സാമ്പത്തികം, മാനസികം, ശാരീരികം ആയ ചില കാരണങ്ങളാൽ നമ്മളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. പിന്നെ പുള്ളിക്കാരിക്ക് അതിനുള്ള കഴിവുണ്ട്. അന്നേരം എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ നിന്ന് ചെയ്ത് എടുത്തോളും. വീടും ചുറ്റും ഇപ്പം നമ്മൾ ഷെഡ് അടിച്ചത് ചുറ്റുപാടൊക്കെ എന്തായാലും അവർ തന്നെ വന്ന് വൃത്തിയാക്കി എന്തെങ്കിലുമൊക്കെ പച്ചക്കറി അതും ഇതുമൊക്കെ നട്ട് ഒക്കെ റെഡിയാക്കട്ടെ. തൊട്ടടുത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പിന്നെ സ്കൂളൊക്കെ അടുത്തുണ്ട്. പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടുവോ, ഇനിയിപ്പം അംഗൻവാടിയിലൊക്കെ വിട്ടിട്ടാന്ന് പറഞ്ഞാലും കുഞ്ഞിനെയും കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തൊഴിലുറപ്പിന് പോകുന്നവരാ. ഇപ്പോൾ കുറച്ച് പേരിപ്പോൾ പോയി. മാത്രമല്ല ഈ വീട്ടിലെ അമ്മ പറഞ്ഞേക്കുന്നത് ഇവിടെയൊക്കെ അടുത്തെല്ലാ വീടുകളിൽ പണി ഉണ്ട്, കൊച്ചു കൊച്ചു പണികളുണ്ട്. അത്യാവശ്യം ചിലവിനും കാര്യങ്ങൾക്കുള്ള ജോലിയൊക്കെ ഇവിടെ ചുറ്റുപാടെല്ലാം ഉണ്ട്. ഞങ്ങളങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് അവരെ കാത്തിരിക്കുകയാണ്. വരും. അപ്പോൾ ഇവിടുത്തെ വീട്ടിലെ അമ്മച്ചി ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഞങ്ങളുടെ പണിയും ഞങ്ങളുടെ കഷ്ടം. വേറൊരു സാധനം കാണിച്ചു തരട്ടെ. വന്നപ്പോൾ തൊട്ട് പണിയുന്ന യഥാർത്ഥ പണിക്കാരൻ ഇവിടെ. അതുകൂടെ നമുക്കൊരു ശല്യമില്ലായിരുന്നില്ല, സഹായിക്കാൻ വന്നതിനെ മമ്മട്ടി എടുത്തോണ്ട്. ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന പപ്സ് കഴിച്ച് വിശപ്പ് തീർക്കുകയാണ്. ഇപ്പോൾ അമ്മ ചായ തരാമെന്ന് പറഞ്ഞാൽ പപ്സും കൈ പിടിച്ചോണ്ടിരിക്കുക. കഴിക്കണമെങ്കിൽ കഴിച്ചോ, മഴ പെയ്തവന് ചായ വന്നിട്ട് കഴിക്കാമായിരുന്നു. വണ്ടി വന്നു കഴിഞ്ഞാൽ നീ കഴിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക വേണ്ട. സാധനം കുറേ ഉണ്ട് ഇവിടെ. അന്ന് ഓർമ്മയില്ല, നമ്മൾ അങ്ങോട്ട് കൊടുത്തു വിട്ട കുറേ സാധനങ്ങൾ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. കട്ടിൽ ഉണ്ട്, ഒരു സിംഗിൾ കട്ടിലും ഉണ്ട്. അന്ന് 2 കട്ടിലും കണ്ടല്ലേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സിംഗിൾ കട്ടിൽ ഡബിളും കൊടുത്തായിരുന്നു. അന്നെന്തോ ഫ്രിഡ്ജോ ഏതാണ്ട് സാധനം എല്ലാം കൊണ്ടുപോയതായിരുന്നു. എന്ത് എന്തോ. വരുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞോ കണ്ണ,
കുളിച്ചൊരിഞ്ഞ് ചായയൊക്കെ ആയിട്ട് വന്നേക്കുന്ന കണ്ടില്ലേ? അടുത്ത വീഡിയോയിൽ കാണാം. ചായ എടുത്തോ, ചായ എടുത്തോ. ചായ കുടിച്ചിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. എന്നാ ചായ കുടിച്ചിട്ടുള്ള പരിപാടിയോ? കാരണം ഒരു കൈ ഫ്രീ അല്ലേ ഇത് പിടി. മണിയണ്ണനാണോ വണ്ടി ഓടിക്കുന്നത്? മണിയണ്ണനായിരിക്കും വണ്ടി ഓടിക്കുന്നത്. മണിയണ്ണൻ കയറി കയറിയ പറഞ്ഞു ചെന്നല്ലോ. ഞങ്ങൾ അവിടെ കൊണ്ടേ ഇറക്കിയെന്ന്. നല്ല ചായ കേട്ടോ, നല്ല ചായ കേട്ടോ. അമ്മ ചായ കുടിച്ചോ? ആ കുടിച്ചോ? അവിടെ മതി. അല്ലാടി അതിലെ എളുപ്പം. അല്ല അതിലെ എളുപ്പം. ആണോ? രണ്ട് കൊതുക് കടിച്ച് എന്നോട് പറഞ്ഞു. രണ്ട് കൊതുക് മുഖത്ത് കടിച്ചപ്പോ മനസ്സിലായോ? ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. എന്തൊരു പറഞ്ഞേ? എന്തരാ പറഞ്ഞേ? രണ്ടോ ആങ്ങമയിക്കാ കപ്പ. കപ്പ എടുക്കാൻ പോയോ? അതൊക്കെ ഇന്നെന്തോ കഴിച്ചേ? 2 സെക്കൻഡ് പിടിക്കും. ഇന്നെന്തോ കഴിച്ചേ? എന്താ കഴിച്ചേ? ചൂട് കഴിച്ചില്ല, കപ്പയല്ലേ കഴിച്ചേ. കള്ളം പറയല്ലേ. അമ്മ കപ്പ എടുത്തോണ്ടോ? ഞാൻ കണ്ടോ? അതൊക്കെ പറയാൻ പഠിച്ചോള്. ഇപ്പൊ ക്ലിയർ ആയി അല്ലേ? ആണോ? ഞങ്ങൾ പറയാൻ ലെവൽ ചെയ്ത് ചെയ്യാവുന്നതിന്റെ പറ. ഞങ്ങളുടെ കഷ്ടപ്പാട് പണി തുടങ്ങിയിട്ടുണ്ടല്ലോ. വന്ന് ഇവിടെ ഭക്ഷണമൊക്കെ വെച്ച് പണിക്കാർക്കൊക്കെ കൊടുത്ത് അപ്പോ ഒന്നുമില്ല. അപ്പോ അവിടെ തിരിച്ചാൽ കണക്കിയൊക്കെ അവനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പേപ്പർ കൊണ്ട് തരുന്നേ, മറ്റേ കരവർത്തി രസീതിൻ്റെ പേപ്പർ കൊടുത്തിരുന്ന അതൊരു കിട്ടിയാലും അവന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം അവനൊരു ബെഞ്ച് മറ്റേ പറഞ്ഞു പോലെ സംഭവത്തിൽ ചൂടും എല്ലാം കൂടെ ബാക്കി സെറ്റ് ചെയ്ത് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ പിന്നെ കണക്ക് പറയാൻ പോകരുത്, ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണം. എൻ്റെ മണ്ണിന് 2 സ്വിച്ച് ബോർഡ് വിളിച്ച് 2 സാധനം അകത്തും ഉള്ളിൽ വന്നു. അതേ ചെയ്യുന്നത് 1500 രൂപ കൂലി മേടിക്കാം. ഞാൻ വരാം. എന്തുട്ടാ പശു തോട്ടത്തിൽ കിടക്കുന്നു, പോത്ത് തോട്ടത്തിൽ കിടക്കുന്നു. പോനെ നന്ദു മാറിയെന്നോ അവിടെ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പറഞ്ഞല്ലോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആജു ചേച്ചിൻ്റെ സാധനങ്ങൾ എന്താ പറ്റിയ? പിന്നെ വലിക്കാൻ പിന്നെ ഇതിന്ന് വലിക്കാൻ പറ്റുമോ? അവര് വന്നിട്ട് എന്താ പറഞ്ഞേ? എത്ര ദൂരം പറഞ്ഞേ?
ആ അവരോടൊന്ന് പറഞ്ഞോ, അവരൊന്ന് പറഞ്ഞോ. 500 500 മീറ്റർ എന്ന് പറഞ്ഞ 500 മീറ്റർ അല്ല, ഇത് മതി. ഇത് കറണ്ട് വലയ്ക്കാനുള്ള സ്ഥലം ഉണ്ട്, എടുക്കാൻ പറ്റും. എടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ അടുത്ത് തന്നെയല്ലേ. അവരോടൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞ ചെയ്യും, അത് വേറെ വിഷയമൊന്നുമില്ല. ആ അതിന്ന് വലിക്കാന്നേ. ഇത് മുകളിലേക്കാ, ഇവിടേക്കല്ലേ പോസ്റ്റും. അത് രണ്ടും പോസ്റ്റ് തമ്മിൽ ഇത്ര അകലമുണ്ട്. പോവാന്നോ? നിക്ക് പാലാഴ്ച കഴിഞ്ഞോ? എടുക്കാം. രണ്ടും കൂടെ ചുമക്കല്ലേ, തോട്ടിലോട്ട് പോവല്ലേ. കിടു എന്തിയേ? ആ എല്ലാം പെറുക്കി തീരാറായല്ലോ. ഏടാ ശുണ്ടരാ, കാല ചെളിയാക്കല്ലേ. പണിക്കാരനോട് നാളെ വരുന്ന ആളെ കൊണ്ട് എന്താ ഏൽപ്പിക്കാനാ? അല്ല, ഇവൾക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യിപ്പിക്കേണ്ട? അതും ഉണ്ട്. നാളെ തന്നെ ഞാൻ ഇതിലൂടെ ചേർത്ത് തന്നെ ഒരു ചെറിയൊരു ചായപ്പ് അടുക്കള പോലെ. എനിക്ക് നാളെ ഒരു പ്ലാസ്റ്റിക് കമ്പ് അയാൾ വെട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ട് ഞാൻ കൊടുക്കും. വെട്ടാൻ പറഞ്ഞ അമ്മച്ചീനോട് എവിടെയാ വെട്ടണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറി കോതി മുറിച്ചിട്ട് നാളെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ചായപ്പ് പോലെ ഞാൻ ഇങ്ങോട്ട് ഇറക്കാം. അതും കൂടെ പറഞ്ഞാൽ ആ ഏണി അവിടെ ഉണ്ട്. ഇറക്കിയിട്ട് അവിടെ അങ്ങോട്ട് കുറച്ച് ഷീറ്റ്, കുറച്ചുകൂടി വീതിക്ക് അങ്ങോട്ട് ഷീറ്റ് ഇടാൻ പറയാം. എന്നിട്ട് ഇതും അങ്ങ് മറച്ച് അതിൻ്റെ മണ്ടയ്ക്ക് വേറെ ഇതിട്ടിട്ട് അതിന്റെ മണ്ടക്കോട്ട് കുഴപ്പമില്ല, നോക്കാം. അപ്പോൾ ആ സൈഡിൽ കിടക്കാതെ ഇങ്ങോട്ടെല്ലാം മാറ്റാം. ആ സ്ഥലങ്ങൾ അധികം സാധനം ഇന്ന് മുതൽ അവിടെ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ഇത്തിരി ദൂരത്തിൽ, കയ്യെത്തുന്ന ദൂരത്തിൽ ഞാനും വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി കയ്യെത്തുന്ന ദൂരത്തിൽ ഇവിടെ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ സംസാരിക്കത്തില്ല, അമ്മയ്ക്ക് ചെവി കേൾക്കത്തില്ല. പക്ഷേ ബാക്കി നമ്മൾ ചെറിയ ആക്ഷൻ പോലും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അമ്മയ്ക്ക്. എന്തിനും ആ അമ്മ അടുത്തുണ്ട്. തൊട്ടപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട്, ചുറ്റിനും താഴെയെല്ലാം ഇഷ്ടംപോലെ വീടും വീട്ടുകാരും ഉണ്ട്. എന്തൊരാവശ്യത്തിന് വിളിച്ചാലും അപ്പുറത്തെ അമ്മ ഓടി എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അങ്ങനെ സ്വന്തമായിട്ടുള്ള വസ്തുവിൽ നമ്മളാദ്യം വസ്തു മേടിച്ചു, അതിൽ ചെറിയത് ആൾക്കാരായിട്ട് താമസിക്കാനുള്ള ഷെഡ് അടിച്ചു. അപ്പോൾ അതുവരെ 2-2.5 മാസത്തോളം ചേച്ചിയുടെ അവിടെ ആയിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അവിടെ നിന്ന് നമ്മൾ ഷെഡിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ എല്ലാം കൂടെ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പം ഇന്ന് മുതൽ അപ്പം ഞങ്ങളിവിടെ താമസമാവുകയാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതം ഒറ്റയ്ക്കല്ലേ അല്ലേ? അപ്പം ഇനി അങ്ങോട്ടുള്ളത് സന്തോഷമായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. സന്തോഷമായിട്ട് പോകും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. അല്ല, അജിതയ്ക്ക് പിന്നെ കാട്ടിൽ താമസിക്കുന്നു എന്നല്ല ആ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ പോലും നാട്ടിൽ പഠിച്ചു വളർന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കറണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ പഞ്ചായത്തിൽ ഒരാളുടെ പേരിലേക്ക് ഒരു സ്ഥലം എഴുതുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പലതും അജിത ചെയ്യുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും അറിയാമല്ലോ, ഇതെല്ലാം എല്ലാ കാര്യങ്ങളും അറിയാം, പേപ്പർ വർക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് മറ്റൊരാളെ നമ്മൾ കാട്ടിൽ നിന്ന് കൊണ്ട് നിർത്തുമ്പോൾ അവർ ബുദ്ധിമുട്ടാൻ പോകുന്നതിൻ്റെ 1% പോലും അജിത ബുദ്ധിമുട്ടാൻ പോകുന്നില്ല. കാരണം നല്ലോണം അറിവുണ്ട്, നല്ല രീതിയിൽ ചെയ്യും, അതിനുള്ള കഴിവുമുണ്ട്, അതിനുള്ള പരിചയക്കാരുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എവളെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക. തൊട്ടപ്പുറത്ത് തോടുണ്ട്. അപ്പൂരെ ഏൽപ്പിച്ച് പോയാലും പലപ്പോഴും അപ്പു വേറെ ഏതോ ലോകത്താണ്. അതുകൊണ്ട് ഫോണിലൊക്കെ നോക്കി തോട് അവളെ കാണിക്കണ്ട, അവൾ അറിയണ്ട അങ്ങൊരു സംഭവം അവിടെ ഉള്ളത്. സൗണ്ട് കേട്ട് അങ്ങോട്ട് പോകും എന്തായാലും. അപ്പോൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇതിപ്പോൾ താൽക്കാലികമായിട്ടൊരു ഷെഡാണ്, നല്ലൊരു വീട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടം കൊണ്ട് ചേച്ചിയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാ ഒരു ഇതുള്ളതെല്ലാം ചെയ്തു. ഇപ്പോൾ ചേച്ചിക്കും പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എപ്പോഴും വരാനും വരാനും പറ്റത്തില്ല. ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ രീതിയിലായിരിക്കും. എങ്കിലും ഇനി അങ്ങോട്ട് ഇവിടെ ഉള്ളത് എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ചെയ്ത് ഒരു വീട് പൂർത്തിയാക്കും, നല്ലൊരു വീട് കിട്ടും. അതാണ് എൻ്റെ ആഗ്രഹം.
അപ്പോൾ അതിലിങ്ങനെ നോക്കുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് നോക്കുവാണ്. അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ലൈഫിന്റെ വീട്, അന്നേരം അതെന്താ പറഞ്ഞേ? അത് നോക്കിയപ്പോൾ ഈ വർഷത്തിൻ്റെ ഇത് കഴിഞ്ഞല്ലോ, ഈ വർഷം കഴിഞ്ഞ് പുതിയ അടുത്ത വർഷത്തിൽ പുതിയ അപേക്ഷയും കാര്യങ്ങൾ വെക്കുമ്പോൾ വരുമ്പോഴത്തേക്ക് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ. അപ്പം അതിലേക്ക് വീട് വെച്ചിട്ട് അപ്പം കാസ്റ്റ് ചെയ്താണ്ട് ഒരു വർഷം പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. 2026 തന്നെ കിട്ടാനുള്ള ഇതുണ്ട്. അപ്പം നോക്കാം, നമുക്ക് മാക്സിമം നോക്കാം. ഈ ഷെഡിൽ നിന്നുകൊണ്ട് തന്നെ ആകുമ്പോൾ പെട്ടെന്ന് കാര്യം നടക്കും. വീടിനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്, ഒന്ന് കാണിച്ചു കൊടുത്തേണ്ണ. ഈ കാണുന്ന സ്ഥലം വെച്ച് കഴിഞ്ഞാൽ ഇത് വീടിന് വിശാലമായ ഇങ്ങോട്ട് മണ്ണ് ഇഷ്ടം സ്ഥലമുണ്ടാവും. നമ്മൾ അവിടെ ഒഴിവാക്കിയാണ്, വീടിനുള്ള സ്ഥലം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കുറച്ച് ബാക്കിലോട്ട് ഷെഡ് എടുത്തേക്കുന്നത്. വീട് പണിയുമ്പോഴത്തേക്കൊക്കെ ലെവൽ ചെയ്തു. പിന്നെ വീട് കെട്ടാനും അതിനും ഇതിനുള്ള കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ ഇഷ്ടംപോലെ ഈ പറമ്പിലുണ്ട്. അത് ഇവിടെ തെളിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, അതെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. വീട് വെക്കാനുള്ളത് പുറത്തൊന്നും ഇറക്കേണ്ട കാര്യമില്ല, വീട് വെക്കാനുള്ള കല്ലും ഉണ്ട്. അപ്പോൾ ലൈഫിന്റെ വീട് പെട്ടെന്ന് കിട്ടട്ടെ. ലൈഫിന്റെ വീട് കിട്ടിയ ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ വരും. അതുവരെ സ്ഥിരം കാണുന്ന ആൾക്കാർ കാണും. ഞാൻ എൻ്റെ ഫാമിലി പുതിയൊരു വീട് വെച്ചതിന് ശേഷം നിങ്ങൾ മുന്നിൽ വരണതാണ്. അങ്ങനൊന്നുമില്ല, ഞാൻ ഇടയ്ക്ക് വന്ന് അന്വേഷിക്കുമ്പോൾ കാണിച്ചു തരാം. അല്ല, ഞാൻ മിക്കവാറും ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ എനിക്ക് കോള് വരും. അവർക്ക് ഒരു ചിരി വരുന്നു, അവർക്ക് ചിരി, അവക്കറിയാം. നന്ദു മറ്റേ അപ്പു നന്ദുവിനെ നോക്കണം കേട്ടോ. നന്ദു ഓടിപ്പോണു തോട്ടിലോട്ടൊന്നും പോകാണ്ട് നോക്കിക്കോണം. സൈഡിലൊക്കെ. ഇതിന്റെ മുടി വെട്ടിക്കാത്ത അല്ല അന്ന് വേണ്ട, കാണിച്ചു കൊടുക്കണം. കൊള്ളാം, നോക്ക്, കൊള്ളാം. ഇന്ന് കാണിച്ചു കൊടുത്തേ. ഇതിന്റെ മുടി കുറച്ച് വെട്ടിക്കളയില്ല, ഞാൻ വെട്ടിത്തരാം. ഞാൻ പറഞ്ഞതാണ്, അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. നന്ദൂരിന്റെ മുടി വെട്ടിയിരിക്കുന്നുണ്ട്. നല്ല മുടിയാ. എന്നാ ഇതിന് തല നോക്കി, അതിലോട്ടൊന്നും ഇല്ല. അല്ല, ഇവരുടെ 4 പേരും കമ്പി മുടിയാ. നല്ല മുടിയാ. അപ്പം മുഴിയാറ്റി കിടന്ന എന്നെ നാട്ടിൻപുറത്തെത്തി. അതായത് സ്ഥലം എൻ്റെ ആഗ്രഹമായിരുന്നു, എനിക്ക് പിള്ളേരെയും കൊണ്ട് നാട്ടിൻപുറത്തോട്ട് വരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒട്ടും വിചാരിച്ചതുമല്ല ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത്. എനിക്ക് വേണ്ടി ഒത്തിരി കിടന്ന് കഷ്ടപ്പെട്ട് ദീപ്തി ചേച്ചി, കുഞ്ഞുമാവയും കണ്ണനും കുറേ എന്നോട് സഹായമായിട്ട്. അപ്പം അങ്ങനെയല്ല, അവരെല്ലാ കുടുംബവും എനിക്ക് നന്നായിട്ട് ഒത്തിരി സഹായം ചെയ്തു. എന്നെക്കൊണ്ട് തിരിച്ചെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഭാവിയിൽ എന്നെക്കൊണ്ടൊരു നിലയിൽ എത്താൻ പറ്റും, നല്ലൊരു രീതിയിൽ ഞാൻ വിചാരിച്ചതുപോലെ ജീവിതം പോകുന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എന്തായാലും ഞാൻ ചെയ്യും. അതെൻ്റെ മനസ്സിൻ്റെ ഒരു ഇതാണ്, ഞാൻ ചെയ്യും. അപ്പം ഇത്രയും ചെയ്ത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഇനിയിപ്പോൾ ചേച്ചിക്ക് ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാനും എൻ്റെ പിള്ളേർക്ക് അറിയില്ല, പക്ഷേ എൻ്റെ ഫുള്ള് പ്രാർത്ഥന കാണും, അങ്ങനെ ഒന്നും സംഭവിക്കില്ലേ, നല്ലോണം നല്ല കാര്യങ്ങളൊക്കെ നല്ല വാർത്ത കേൾക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ അച്ഛന് നമ്മളിത്തിരി ഇപ്പോൾ കാട്ടി കിടന്നിട്ട് ഇറങ്ങി വന്നുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്രയും ദിവസം വരെ അവിടെ നിന്ന് എന്നെ സഹായിച്ചതിന് വലിയൊരു കാര്യം. അത് ഞാൻ പറയണം, അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ പറയണമെന്ന് വിചാരിച്ചു. അമ്മ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയെ കണ്ട് പോകണമെന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ കണ്ടുകൊണ്ട് ഒറ്റ ഓട്ടോ ഓടി. എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ അറിഞ്ഞില്ല, പക്ഷെ അതുവരെ മണിയണ്ണനോട് സംസാരിച്ചുകൊണ്ട് ഞാൻ വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒറ്റ വിഷമം കൊണ്ടായിരിക്കും ഓടിയത്. അത് കാണാനുള്ള ഇവിടെ രാവിലെ ഇവിടെ പണിയുണ്ടായിരുന്നു, ചെറിയ പണിയുണ്ടായിരുന്നു. അപ്പൊ അച്ചാച്ചിയും മണിയണ്ണനും കൂടെ വന്നിട്ട് ഇത് റെഡിയാക്കിട്ട് പോയത്. 2.5 മാസം ഞങ്ങൾ എല്ലാരും സഹിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. എന്താണ് ശരിക്കും എന്താണ് അജിത അവിടെ സഹിച്ചതെന്ന് നമുക്കറിയത്തില്ലല്ലോ. നമ്മള് കൊണ്ടുവന്നു, അങ്ങനെ നിർത്തി. പക്ഷെ നമ്മൾക്ക് മനസ്സിലാവത്തില്ല എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത്. നമ്മളോർക്ക് നമ്മൾ ചെയ്യുന്ന വലിയ കാര്യമാണ്, പക്ഷെ അത് ചിലപ്പോ അജിതയ്ക്ക് അതായിരിക്കത്തില്ല വേണ്ടത്. ഇനിയാണ് യഥാർത്ഥ സ്ട്രഗിൾ വരാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള ഒരു ടൈം പീരീഡ് ഇതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാനുള്ള. ഇനി അജിതയുടെ സ്വന്തം പറമ്പായി, സ്വന്തമായിട്ടുണ്ട്. ഇവിടെ മൊത്തം റബ്ബർ നിന്നതാണ്. ഇപ്പോൾ അവർ വെട്ടിക്കൊണ്ട് പോയി റബ്ബർ മൊത്തം, അതിൻ്റെ കമ്പും കോലും സാധനവും ഇടിഞ്ഞ കല്ലും ഒക്കെ ഉണ്ട്. കുറേശ്ശെ അത് മാറ്റി വൃത്തിയാക്കിയെടുത്ത് പതുക്കെ മതി. എന്നിട്ട് ഓരോ സൈഡിലായിട്ട് തോടുണ്ട്, വെള്ളമുണ്ട്, കുറേശ്ശെ കൃഷിയോ കാര്യങ്ങളോ അതിനിടയ്ക്ക് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ആടോ പശുവോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ. പക്ഷെ അത് ഇവിടെ ഒന്ന് സെറ്റായി എന്ന് എനിക്ക് തോന്നിയെങ്കിൽ എനിക്കിപ്പോൾ ഒരു പശുവിനായാലും മേടിച്ചു തരാൻ പറ്റത്തുള്ളൂ. 4 പിള്ളേരെയും വെച്ചോണ്ട് ഈ പശു പട്ടിണി കിടക്കാൻ പാടില്ല, മനസ്സിലായോ? അപ്പൊ കുറച്ച് കൃഷിയോ, കുറച്ചൊന്നുമല്ല, കുറച്ചേറെ വീട് കിട്ടാൻ ഇനി സമയമുണ്ട്. ഈ ഒരു വർഷം ഇവിടെ ഇഷ്ടം പോലെ ചെയ്യാം. വാഴ വെക്കാം, കപ്പ വെക്കാം, എല്ലാം ഇഷ്ടമാണ്. താമസം ഉള്ളതുകൊണ്ട് അങ്ങനെ പന്നിയോ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പറമ്പ്
നമ്മുടെയൊക്കെ പറമ്പ് എങ്ങനെ കിടന്നതാ. അപ്പോൾ അത് അതുപോലെ ആക്കി എടുക്കുക. നിറച്ച് ഫ്രൂട്ട്സോ മറ്റേ പഴവർഗ്ഗങ്ങളുള്ള ചെടികളോ അത് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒട്ടും വിഷമമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പം ചേച്ചിക്ക് അതിപ്പോൾ അവിടെ ആയതുകൊണ്ടാണ് എനിക്ക് ചേച്ചിക്ക് അത് മനസ്സിലാവാത്തത്. എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആരോട് ചോദിക്കാൻ നമുക്ക് സ്വന്തമായിട്ടായി കഴിയുമ്പോൾ നമുക്ക് സ്വയം ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അതനുസരിച്ച് ഞാനിത് ഇതൊക്കെ ഓക്കെ ആയിരിക്കും. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ചേച്ചി ഇങ്ങോട്ട് വരുമ്പോൾ ചേച്ചിക്ക് അറിയാം ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇനി വരുമ്പോൾ എങ്ങനെയാണ് കിടക്കുന്നതൊക്കെ ഉണ്ടാവുക. എനിക്ക് വരുമ്പോൾ വൃത്തിയായിട്ട് കിടന്നിട്ട് എനിക്ക് വഴക്ക് പറയാൻ എനിക്ക് മാത്രം വഴക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ പറയുകയും ചെയ്യും. എന്നോട് കപ്പോക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയെന്ന് പറഞ്ഞിട്ട്. കപ്പത്തണ്ടോ അങ്ങനെ എന്തെങ്കിലും വേണം എന്നെ വിളിച്ചാൽ. അല്ല ഞാനത് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഈ കാപ്പിക്കുരു വെട്ടാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല 2 ദിവസം വീട്ടിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു കാപ്പി മുറിച്ചിട്ടുണ്ട്, ഒത്തിരി മുറിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്കി കമ്പുകൾ ഇഷ്ടംപോലെ കിടക്കും. അതെ അതെ, വീട് വെക്കുന്ന സ്ഥലമല്ലേ, ഈ വീട് വെക്കുന്നത് ഒഴിച്ച് താഴേക്കുള്ള സ്ഥലങ്ങളിലേക്ക് വെച്ച കേട്ടോ. ഒഴിച്ചു വെക്കുക. അല്ല ആ അതിരിലേക്ക് വെച്ചോ, കുഴപ്പമില്ല. കപ്പ അല്ലാണ്ട് വെച്ചാലും കുഴപ്പമില്ല. കപ്പ കപ്പയും വാഴയൊക്കെ അല്ലാണ്ട് വെച്ചാലും മതി. അപ്പം നാളെ ഞാൻ ആശുപത്രി മിക്കവാറും പോകും, അഡ്മിറ്റ് ആവും. പിന്നെ എൻ്റെ ചികിത്സയും കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ കണ്ണനുണ്ടെങ്കിൽ കണ്ണൻ തരും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞാവേടെയും ചേച്ചിയുടെ നമ്പർ മാത്രമേ ഉള്ളൂ. അത് മതി. വിളിച്ചാൽ ഫോൺ എടുത്തിട്ട് വിളിച്ച് കണ്ണനോട് പറഞ്ഞോളൂ. കണ്ണൻ്റെ ക്ലാസ് കഴിഞ്ഞുള്ള സമയത്ത് അവൻ ഫ്രീ ആയിരിക്കും. അപ്പം അങ്ങനെയാണ്. പിന്നെ മാക്സിമം മണിയണ്ണൻ്റെ നമ്പറില്ലേ? ഇല്ല, ഞാൻ സേവ് ചെയ്യല്ല. അല്ല ഇവരെ വിളിച്ചാൽ ചേച്ചീനെ ആരെങ്കിലും കുഞ്ഞാനെ വിളിച്ചാൽ. അല്ല മണിയണ്ണനെ വിളിക്കാതിരിക്കുന്നതിന് ഏറ്റവും നല്ല. കാരണം മണിയണ്ണനും പല പല പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികം പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് വേണ്ട, അത് ഒഴിവാക്കാം. പിന്നെ ഇനി അങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ഇനി ബുദ്ധിമുട്ടിന് അപ്പുറമാണ്. അല്ല മണിയണ്ണൻ പറഞ്ഞ ഇലക്ട്രീഷ്യൻ എന്തോ ഒരു ബോക്സ് കൊണ്ട് തരുമെന്നാണ് പറഞ്ഞത്. അത് മണിയണ്ണോട് ചോദിക്കണം. കാരണം പണിക്കാരെല്ലാം മണിയണ്ണൻ ഏർപ്പാടാക്കി തന്നതാണ്. അവരുടെ ഒക്കെ കോണ്ടാക്ട് മണിയണ്ണൻ്റെ ഇല്ല ഉള്ളത്. ഞാൻ അവരുടെ പൈസ ഇട്ട് ഗൂഗിൾ പേ കൊടുക്കുന്നു എന്നല്ലാണ്ട് എനിക്ക് അവരുമായി യാതൊരു ബന്ധവും ഇല്ല. ഇനി എന്തെങ്കിലും പണിയുടെ ആളുണ്ട് ഞാൻ ആ ചേച്ചി വിളിച്ചിട്ട് ഇവിടെ തന്നെയുള്ള പണിക്കാരെ ആക്കി തരാം. ഈ ഭാഗത്തുള്ള ഏതെങ്കിലും പണിക്കാരെ ആക്കി തരാം. കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ പോട്ട് ഇറങ്ങിയിട്ട് കുറെ വിശക്കുന്നുണ്ടായിരിക്കും. ഇവര് കഴിച്ചാണോ? അത് കൊടുക്കണം. അതൊരു ലൈറ്റർ ഉണ്ടാകുന്നുണ്ട് അതില്. അതെ മെഴുകുതിരി കണ്ടോ, എന്റെ കൊച്ചാ ഓർത്തത്. സാമ്പ്രാണി മെഴുകുതിരി, ടോർച്ച് മേടിച്ചിട്ടുണ്ട്. വീട്ടിലെ പഴം നന്ദുട്ടാ മേടിച്ചോ? ഇല്ല കിടുപ്പ് ബക്കറ്റിൽ കിടക്കും. അതെ കൊടുത്ത് താഴെ വീഴുവോ? കൊച്ചു മടുത്തോ? ആണോ? ഞാൻ ശരിക്കും പറഞ്ഞ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. മനസ്സിൽ ഉള്ള ഒരു തൽക്കാലത്തേക്കുള്ളതല്ലേ. നമ്മൾ വാസ്തുവോ കാര്യമൊന്നും നോക്കിയല്ല കെട്ടി. നമുക്ക് വീട് വെറുതെ ഒരു ഷെഡ് ഒഴിച്ചിട്ട് എന്നാൽ എല്ലാ സൗകര്യത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കിയെടുത്താ. അതുകൊണ്ട് പിന്നെ അത്രയും നോക്കിയാൽ അങ്ങനെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മക്കളെ ആ പഴം എടുത്ത് കളിച്ചോ, ലൈറ്റർ ഒന്നും എടുത്ത് കളിക്കല്ലേ. ശരി എന്നാ ചേച്ചി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റാ.